ഉത്തങ്കൻ. വേദമുനിയുടെ ശിഷ്യനായ ഉത്തങ്കൻ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുദക്ഷിണ നൽകാനുള്ള സമയമായി. തന്റെ പത്നിയുടെ ആഗ്രഹം എന്താണോ അത് ദക്ഷിണയായി മതിയെന്ന് വേദൻ പറഞ്ഞതിന് പ്രകാരം ഉത്തങ്കൻ ഗുരുഭഗ്നിയെ സമീപിച്ചു. പൗഷരാജാവിന്റെ രാജ്ഞി ധരിക്കുന്ന കുണ്ടലങ്ങൾ ദക്ഷിണയായി തരണമെന്ന് ഗുരുഭഗ്നി നിർദ്ദേശിച്ചു. ഉത്തങ്കൻ കുണ്ടലങ്ങൾ തേടി യാത്രയാരംഭിച്ചു. വഴിമധ്യേ ഉത്തങ്കൻ ഒരു കൂറ്റൻ കാളയെയും അതിന്റെ മുകളിൽ ഒരു പുരുഷനെയും കണ്ടു. വിശപ്പുകൊണ്ട് ക്ഷീണിതനായിരുന്ന ഉത്തങ്കനോട് കാളയുടെ ചാണകം ഭക്ഷിച്ചുകൊള്ളുവാൻ കാളപ്പുറത്തിരുന്ന ആൾ നിർദ്ദേശിച്ചു. മടിച്ചു നിന്ന ഉത്തങ്കനെ വേദമുനിക്ക് പോലും പ്രിയങ്കരമായ ഈ വസ്തു ഭക്ഷിക്കുന്നതിൽ ഒരപാകതയുമില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പ്രോത്സാഹിപ്പിച്ചു. തന്റെ ഗുരുവിന്റെ ഭക്ഷണം എന്തായാലും തനിക്കും അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാലൻ കാളയുടെ ചാണകം ഭക്ഷിച്ചു. എന്നിട്ട് ജലമെടുത്ത് നിന്നുകൊണ്ട് തന്നെ വായും മുഖവും കഴുകി വീണ്ടും യാത്രയായി. അവസാനം അവൻ പൗഷ രാജധാനിയിലെത്തി. രാജാവിനെ മുഖം കാണിച്ച് തന്റെ ആവശ്യം അറിയിച്ചു. രാജാവാകട്ടെ തന്റെ രാജ്ഞിയെ കണ്ട് കുണ്ടലങ്ങൾ യാചിച്ചു വാങ്ങിക്കൊള്ളുവാൻ അവന് അനുമതി നൽകി. അന്തപുരത്തിലെത്തിയ ഉത്തങ്കനെ കാണുവാൻ രാജ്ഞി മടിച്ചു. കാരണം അന്വേഷിക്കവേ ഉത്തങ്കൻ അശുദ്ധനാണെന്ന മറുപടിയാണ് ലഭിച്ചത്. ബുദ്ധിമാനായ ഉത്തങ്കൻ ആചാരവിധിപ്രകാരം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് കൈകാലുകളും മുഖവും കഴുകി കൈകുടന്നയിൽ ജലമെടുത്ത് ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ തൊട്ട് ഉച്ഛിഷ്ടശുദ്ധി വരുത്തി. ഉടൻ തന്നെ രാജ്ഞി അവനെ കാണുവാൻ തയ്യാറാകുകയും വിനീതനായ ആ ബാലന് തന്റെ കുണ്ടലങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷേ ദിവ്യമായ ആ കുണ്ടലങ്ങൾ നാഗരാജാവായ തക്ഷകൻ മോഹിച്ചിട്ടുള്ളതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം കൈവശം വയ്ക്കുവാൻ എന്ന് രാജ്ഞി ഓർമ്മിപ്പിച്ചു. ഉത്തങ്കൻ കുണ്ടലങ്ങളുമായി മടക്കയാത്ര ആരംഭിച്ചു. വഴിമധ്യേ ഒരു ജലാശയത്തിലിറങ്ങി ദാഹമകറ്റുവാൻ തുനിയവേ തക്ഷകൻ സന്യാസി വേഷത്തിലെത്തി കുണ്ടലങ്ങളുമായി കടന്നുകളഞ്ഞു. പരിഭ്രമിച്ച ഉത്തങ്കൻ സന്യാസിയുടെ പുറകെ ഓടി. എങ്കിലും സ്വന്തം രൂപം കണ്ട, അതായത് തക്ഷകൻ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. അങ്ങനെ നാഗലോകത്തേക്ക് പാഞ്ഞുകളഞ്ഞു. നിസ്സഹായനായി നിന്ന ഉത്തങ്കന് ദേവേന്ദ്രൻ നാഗലോകത്തേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. അവൻ അങ്ങനെ നാഗലോകത്തെത്തി. തക്ഷകന്റെ കൊട്ടാരം തേടി അലഞ്ഞു. അവിടെ അവന് ചില അത്ഭുത രംഗങ്ങൾ കാണുവാൻ കഴിഞ്ഞു. മനോഹരമായ ഒരാശ്രമത്തിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകൾ. നെയ്ത്തു യന്ത്രത്തിലാകട്ടെ കറുത്തതും വെളുത്തതുമായ നൂലുകൾ മാത്രം. യന്ത്രത്തിൽ കാണപ്പെട്ട 12 ആരക്കാലുകളുള്ള വലിയ ചക്രം. 6 കുമാരന്മാർ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പമകലെയായി ഒരു കുതിരയും കുതിരക്കാരനും. ഉത്തങ്കൻ കുതിരക്കാരന്റെ സമീപമെത്തി. നാഗങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ തന്റെ കുതിരയുടെ പിൻഭാഗത്ത് ഊതിയാൽ മതിയെന്ന് പറഞ്ഞ അയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉത്തങ്കൻ അപ്രകാരം ചെയ്തു. പെട്ടെന്ന് തന്നെ കുതിരയുടെ നവദ്വാരങ്ങളിലൂടെയും അഗ്നിജ്വാലകൾ പുറപ്പെട്ടു. നാഗലോകം മുഴുവനും പുകയുവാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ തക്ഷകൻ കുണ്ടലങ്ങളുമായി പുറത്തു ചാടി ഉത്തങ്കന് സമീപമെത്തി. അഗ്നിഭയത്താൽ അവ തിരികെ നൽകി. എന്നാൽ അന്നു തന്നെയായിരുന്നു ഗുരുപത്നിക്ക് ദക്ഷിണ എത്തിച്ചു കൊടുക്കേണ്ട അവസാന ദിവസം. അസ്തമയത്തിനു മുൻപ് ആശ്രമത്തിലെത്തുവാൻ നിവൃത്തിയില്ലാതെ വിഷണ്ണനായി നിന്ന ഉത്തങ്കന് തന്റെ അത്ഭുത ഗുണങ്ങളുള്ള കുതിരയെ നൽകുവാൻ കുതിരക്കാരൻ തയ്യാറായി. അങ്ങനെ കുതിരപ്പുറത്ത് കയറി കാറ്റിനേക്കാൾ വേഗത്തിൽ ഉത്തങ്കൻ ആശ്രമത്തിലെത്തി. കുണ്ടലങ്ങൾ ഗുരുദക്ഷിണയായി നൽകി. അത്ഭുതപ്പെട്ടുപോയ ഗുരുവും ഭഗ്നിയും ഉത്തങ്കനെ അനുഗ്രഹിച്ച ശേഷം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സംതൃപ്തരായി. താൻ കണ്ട അത്ഭുത രംഗങ്ങളെക്കുറിച്ചുള്ള അവന്റെ സംശയങ്ങൾക്ക് ഗുരു മറുപടി നൽകി. നീ വഴിക്ക് കണ്ട കാള ദേവേന്ദ്രന്റെ വാഹനവും ചാണകം അമൃതുമാണ്. അത് ഭക്ഷിക്കുകയാൽ നിനക്ക് നാഗലോകത്ത് മരണമുണ്ടായില്ല. അവിടെ കണ്ട വസ്ത്രം നെയ്യുന്ന സ്ത്രീകൾ ദാതാവും വിദാതാവുമാണ്. കറുപ്പും വെളുപ്പും നൂലുകൾ രാത്രിയും പകലുമാണ്. 12
ആരക്കാലുകളുള്ള ചക്രം, സംവത്സരവും അത് തിരിക്കുന്ന കുമാരന്മാർ 6 ഋതുക്കളുമത്രേ. നിന്നെ സഹായിച്ച കുതിരക്കാരനും കാളക്കാരനും ഇന്ദ്രദേവൻ തന്നെയാണ്. അഗ്നിദേവനാണ് കുതിരയുടെ രൂപം കൊണ്ടുവന്നത്. ദേവപ്രീതി നേടിയ നീ എന്നും സൽക്കർമ്മങ്ങൾ ചെയ്ത് യശസ്വിയായിത്തീരും. ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് ആശ്രമം വിട്ട ഉത്തങ്കൻ പിൽക്കാലത്ത് പുരാണങ്ങളിൽ ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഉത്തങ്കമുനിയായി തീർന്നു. ഗുരുഭക്തിയുടെ ഉന്നത പ്രതീകമായി ഉത്തങ്കന്റെ കഥ ഇന്നും സ്മരിക്കപ്പെടുന്നു.